എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമ്മൾക്ക് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ടൊരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ച കോഴിമുട്ട, ഒരു 6 പച്ചമുളകാണ്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, എരിവിന് പച്ചമുളകാണ് ആദ്യം ചേർക്കുന്നത്. സവോള നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ആ പച്ചമുളക് പൊടിയായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് ഗാർലിക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 കരിവേപ്പില പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ കയ്യിലേക്ക് ചേർക്കേണ്ട 2 സ്പൂൺ മൈദയാണ്. അതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒന്ന് നല്ല ക്രിസ്പിയായിട്ട് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആ കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ 1 സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു നുള്ള് മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് വെള്ളം അതിലേക്ക് ചേർത്തിട്ട് പതിയെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ബലത്തിൽ കുഴക്കരുത്, ഉള്ളിയെല്ലാം ഇതായിട്ട് വെള്ളം ഊറി വരും. ഇത് തന്നെ നമ്മൾ കുഴച്ച് ഒരുപാട് സമയം വെക്കുകയൊന്നും വേണ്ട, കുഴച്ചുടനെ തന്നെ നമ്മൾക്കത് ചുട്ടെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ വെള്ളം തെളിച്ചിട്ട് തന്നെ നമ്മളതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. കോഴിമുട്ട ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പും എരിവൊക്കെ നോക്കുന്നത് എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മൾക്കിതാ ഓയിൽ ചൂടായെന്നറിയാം, ഇങ്ങനെ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഓയിൽ കൃത്യമായ ചൂടാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ തന്നെ ഉള്ളിവട കൈ കൊണ്ടെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ട് മാത്രമാണ് നമ്മൾ ഇത്തിരി വ്യത്യാസപ്പെടുത്തിയുള്ളൂ. നിങ്ങളെല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിട്ടതിന് ശേഷം നമ്മൾ ആ തീ കൺട്രോളിൽ തന്നെ വെക്കണം, ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ. കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, കൂടിക്കഴിഞ്ഞാൽ പുറം കരിയും, ഉള്ളു വേവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് കൃത്യമായ അളവിൽ വരുമ്പോൾ അതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടോടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഞാൻ ബാക്കിയും കൂടി അതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി നമ്മൾ കാണിച്ചു തരാം. കൈ അല്പം വെള്ളം നനച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് ആ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ടാൽ മതി. ഇനി നമ്മളിത് നുള്ളി ഇട്ടാലും മതി, അങ്ങനെയാണെങ്കിൽ പൊക്കവടയാവും. പിന്നെ അതിലേക്ക് നമ്മൾ കടലമാവ് ചേർത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് തന്നെയാണ് ഉള്ളിവട. അപ്പോൾ രണ്ടാമത്തതും നമ്മളിത് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ രണ്ടാമതും അത് കോരി മാറ്റിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് 2 ഉള്ളിവട ഒരു കട്ടൻ ചായയും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പോവാണ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.